ഹലോ എവരിവൺ. ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ ഭയമുള്ളവരാണോ നിങ്ങൾ? പൊതുവില് ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഒരു വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ പലർക്കും തന്നെ ആ ഒരു ക്രൗഡിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് അല്ലെ അവരുമൊക്കെ ആയിട്ടൊന്ന് ഇടപെടാനായിട്ട് ഭയം തോന്നാറുണ്ട്. എന്നാൽ ചെറിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ നമുക്ക് അത്രയും പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കുക എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ ആരോടും സംസാരിക്കാൻ കഴിയാതെ സിറ്റുവേഷനിൽ നമ്മൾ മാറി നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സോഷ്യൽ സിറ്റുവേഷനെ നല്ല കോൺഫിഡൻസോടെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആളുകളെ ഫേസ് ചെയ്യാൻ ഭയമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടോ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടോ ഈ ഒരു ഭയം മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പതിയെ ആയാലും ആളുകളുമായിട്ട് ഇടപെടാൻ പഠിക്കണം, അല്ലെങ്കിൽ അതിന് നമ്മളൊന്ന് തയ്യാറാവണം, ശ്രമിക്കണം എന്നുള്ളതാണ്. സ്റ്റാർട്ട് സ്മോൾ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ആൾക്കൂട്ടത്തെ അല്ല ഒന്നോ രണ്ടോ പേരെയൊക്കെ ആദ്യം ഒന്ന്, അത് നമുക്ക് പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുക, നേരിട്ട് സംസാരിക്കാം. അതിനുശേഷം വളരെ കുറച്ച് ആളുകൾ കൂടുന്ന ഒരു ഗ്യാതറിങ്ങിലൊക്കെ നമുക്ക് പോകാം. അങ്ങനെ പതിയെ ഒരു എക്സ്പോഷർ തെറാപ്പി എന്ന് വേണേൽ പറയാം. പതിയെ നമ്മൾ ഗ്രാജുവലി ആളുകളെ നമ്മൾ ഫേസ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ ഇതിന് യാതൊരു തരത്തിലുള്ള പോംവഴികളും മറ്റൊന്നും തന്നെ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഭയം നമുക്കുണ്ട് എങ്കിൽ ആ ഭയത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്താണോ നമുക്ക് ഭയമുണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ലെ സാഹചര്യം, അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറാകും. ഒറ്റയടിക്ക് ചെന്നാൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരും. അതിന്റെ മറ്റൊരു ദൂഷ്യം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ലാർജ് ക്രൗഡിലേക്ക് അല്ല വലിയ ഒരു ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെന്നാൽ പിന്നീട് ഒരിക്കലും ആളുകളെ ഫേസ് ചെയ്യാൻ പോലും നമുക്ക് പിന്നീട് മുമ്പോട്ട് മടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ഭയം തുടർന്ന് ഉള്ള ഭയം കൂടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായി നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ശ്രമിക്കണം. കാരണം ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും തോറും അവരും നമ്മളിൽ നിന്ന് അകലും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം നഷ്ടപ്പെടും. അത് നമ്മളിൽ ഒരുപാട് ലോൺലിനെസ്, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊരു സോഷ്യൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണ്. നമുക്കൊരു ചടങ്ങിന് ആരെങ്കിലും നമ്മളെ വിളിച്ചു, അവിടെ നമുക്ക് പോയേ പറ്റൂ എങ്കിലും നമുക്ക് ഭയമാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് നമുക്ക് പോകാം. ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ഭയം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ കുറയ്ക്കാനും, മറ്റുള്ളവരുടെ അടുത്താണെങ്കിൽ പോലും നമ്മളെ ഏറ്റവും സേഫ് ആണെന്ന് തോന്നുന്ന ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും അത് നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. പൊതുവില് നമുക്ക് ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ ഭയമാണ് എങ്കിൽ നമ്മളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ എൻ്റെ വായിൽ നിന്ന് വരുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനെയൊക്കെ അവരെങ്ങനെ കരുതും, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനോ ആളുകൾ കൂടുന്നിടത്ത് പോകാനോ ഭയം തോന്നുന്നത്. അവിടെ നമ്മൾ ആക്റ്റീവ് ലിസണർ ആയിരിക്കും. നമ്മളോട് ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അവരോട് അവർ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനി അടുത്തത് പറയും, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്ത മാറ്റിവെച്ച് അവർ പറയുന്നത് കേൾക്കാൻ നല്ലതായി നമ്മളൊന്ന് ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഒരു ഭയം കുറയ്ക്കാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, പൊതുവില് ആളുകൾ എന്നെ കുറിച്ച് എന്ത് കരുതും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ അബദ്ധമാണ് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തോന്നുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ പൊതുവിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ അല്പം തെറ്റു വന്നാലും സാരമില്ല, ഇതൊക്കെ കോമൺ ആണ്, അല്ലെ ആളുകളുമായിട്ട് ഇടപെടാനായിട്ട് എനിക്ക് സാധിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കും, നന്നായി ഇടപെടാൻ സാധിക്കും എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞ് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രിപ്പയർ എഹെഡ് ഓഫ് ടൈം. നമ്മൾ ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്നായിരിക്കില്ല പലപ്പോഴും പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പൊതുവിന് നേരത്തെ അറിയാവുന്ന ഒരു ഗ്യാതറിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒന്ന് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ്. ആളുകളോട് എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു ഐഡിയ, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കുക, ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ എന്തൊക്കെ ഇടപെടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പൊതുവിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഒന്ന് റെഡി ആയിരിക്കാം, മനസ്സിൽ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത്
വേണം ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭയം കുറയ്ക്കാനും കോൺഫിഡൻസ് കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഭയം എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് മാത്രമുള്ള ഒന്നല്ല എന്നുള്ളത്. മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ചും നമുക്ക് അപരിചിതരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടത്തെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ പൊതുവിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഉള്ളിൽ ഒരു ഭയം തോന്നുക സ്വാഭാവികമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുക. അതിനുശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഉള്ളിൽ ഈ ഒരു ഭയമുണ്ട്, ആളുകളുമായിട്ട് ഇടപെടാൻ ഭയമുണ്ട് എന്ന് കരുതി പുറകിലേക്ക് മാറി നിന്നാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാണ്ട് സാധിക്കില്ല. അവിടെ നമ്മൾ തന്നെ ക്ഷമയോടെ മുമ്പോട്ട് തന്നെ പോകാനായിട്ട് തയ്യാറാവുക. ഈ ഭയത്തെ മറികടന്ന് എനിക്ക് പറ്റും, ആളുകളുമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്ത് നന്നായിട്ട് എല്ലാവരുമായിട്ട് ഇടപെട്ട് എന്റെ ലൈഫായാലും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഓരോ സ്റ്റെപ്പുകൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു പരിധിയിൽ തന്നെ നല്ലൊരു ശതമാനം തന്നെ നമ്മളുടെ ഈ സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.